One-dimensional Brillouin zone. In this class, we are going to discuss how to draw Brillouin zone in 1, 2 and 3 dimensions. In one dimension, we have seen that from our chronic penny model, the energy versus K relation and discontinuity in energy occurs when the value of K is n pi by A. Let us consider a one-dimensional case, that is a one-dimensional lattice. Let it be x direction, then the momentum vector will be or wave vector will be also in x direction, therefore we can represent it by kx. In this figure we have drawn kx along x axis and divided into equal parts from 0 origin to pi by a, 2 pi by a, 3 pi by a. Therefore, the difference between each part is pi by a. Now, we know that energy is continuous in the range between minus pi by a to plus pi by a. Then a discontinuity occurs at point pi by a. ആദ്യം തന്നെ നമ്മൾ എനർജി വേഴ്സസ് കെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എവിടെയാണത്? പീരിയോഡിക് സോൺ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സോൺ റെപ്രസെന്റേഷൻ നമ്മൾ വരച്ചു. ഈ ഗ്രാഫില് എനർജി വേഴ്സസ് കെ എക്സ് ആക്സിസിലും എനർജി വൈ ആക്സിസിലും വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാഫില് എന്ന് പറയുന്നത് the energy versus K becomes discontinuities at points K equal to pi by a, 2 pi by a, 3 pi by a. Then the energy is continuous in between these points. ഇതിൽ allowed values of K is known as Brillouin zone. Brillouin zone എന്ന് പറയുന്ന allowed values of K ആണ്. ഈ ഗ്രാഫിൽ എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഉള്ള റീജിയൻ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ എ ടു പ്ലസ് പൈ ബൈ എ ആണ്. കെ ഈക്വൽ ടു മൈനസ് പൈ ബൈ എ ടു പ്ലസ് പൈ ബൈ എ. ആ റീജിയൻ ആണ് ഫസ്റ്റ് Brillouin സോൺ. ദിസ് ഇസ് വൺ ഡയമെൻഷണൽ കേസ്. വൺ ഡയമെൻഷനിൽ എക്സ് ആക്സിസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇത് കെ എക്സ് ആണ്. കെ എക്സിൽ മൈനസ് പൈ ബൈ എ ടു പ്ലസ് പൈ ബൈ എ. ആ റീജിയൻ എനർജി ഇസ് കണ്ടിന്യൂസ്. ദെൻ at minus pi by a and plus pi by a there is a discontinuity. Then another continuous region occurs. Then another discontinuity at 2 pi by a. ഇങ്ങനെയാണ് K values. അപ്പോൾ allowed valuesനെയാണ് നമ്മൾ Brillouin സോൺ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. വൺ ഡയമെൻഷൻ കേസിൽ നമുക്ക് ഇങ്ങനെ വരക്കാം. കെ എക്സ് അലോങ് എക്സ് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അതിനെ ഈക്വൽ പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒറിജിൻ 0, ദെൻ പൈ ബൈ എ, 2 പൈ ബൈ എ, 3 പൈ ബൈ എ. അപ്പോൾ ആദ്യത്തെ അലൗഡ് റീജിയൻ എന്ന് പറയുന്നത് കെ എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ എ ടു പ്ലസ് പൈ ബൈ എ ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് Brillouin സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് Brillouin സോൺ ഇസ് സെക്കൻഡ് സോൺ. സെക്കൻഡ് സോൺ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ എ മുതൽ മൈനസ് 2 പൈ ബൈ എ വരെ ആൻഡ് പിന്നെ പൈ ബൈ എ തൊട്ട് 2 പൈ ബൈ എ. ഈ രണ്ട് റീജിയൻസും ചേർന്നതാണ് സെക്കൻഡ് അലൗഡ് റീജിയൻ ഓർ സെക്കൻഡ് റീജിയൻ ഇൻ വിച്ച് എനർജി ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ ദിസ് ഇസ് സെക്കൻഡ് Brillouin സോൺ. ഇതാണ് വൺ ഡയമെൻഷണൽ കേസിൽ എങ്ങനെ നമുക്ക് Brillouin സോൺ വരക്കാം എന്നുള്ളത്. ഇനി തേർഡ് Brillouin സോൺ എന്ന് പറയുന്നത് 2 പൈ ബൈ എ മുതൽ 3 പൈ ബൈ എ വരെയും മൈനസ് 2 പൈ ബൈ എ മുതൽ മൈനസ് 3 പൈ ബൈ എ വരെയുള്ള റീജിയൻസുമാണ് third Brillouin zone. Next is how to draw Brillouin zone in 2 dimension. രണ്ട് ഡയമെൻഷൻ, അതായത് ഒരു സ്ക്വയർ ലാറ്റിസ്. മെറ്റൽ എന്ന് പറയുന്നത് ഒരു ഷീറ്റ് ആണ്, നോട്ട് എ വയർ. വൺ ഡയമെൻഷണൽ മെറ്റൽ ലാറ്റിസ് അല്ല, 2 ഡയമെൻഷണൽ കേസ്. ഒരു സ്ക്വയർ ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എങ്ങനെ Brillouin സോൺസ്. Brillouin സോൺ സാധാരണ നമ്മൾ കെ ആക്സിസ്, നമ്മൾ ഡയറക്റ്റ് ലാറ്റിസിലല്ല വരക്കുന്നത്. ഡയറക്റ്റ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ആക്സിസ് ആണുള്ളത്. ബട്ട് ദിസ് ഈസ് റെസിപ്രോക്കൽ ലാറ്റിസ്. കെ സ്പേസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ലാറ്റിസ് ആണ്. അപ്പോൾ
k allowed values of k എങ്ങനെ വരക്കാം ടു ഡയമെൻഷണൽ കേസിൽ ബ്രിലോവിൻ സോൺസ് ടു ഡയമെൻഷണൽ ലാറ്റിസിന്റെ കേസിൽ എങ്ങനെ വരക്കാം നോക്കാം. Consider an electron moving in a field of two-dimensional square lattice. Motion of electron in two dimension can be discussed using wave number k. Wave number എന്ന് പറയുന്നത് ഇവിടെ k wave vector momentum vector ആണ്. അപ്പോൾ k has two components. k vector എന്ന് പറയുന്നത് ടു ഡയമെൻഷണൽ കേസ് ആകുമ്പോൾ kx കമ്പോണന്റും ഉണ്ട് ky കമ്പോണന്റും ഉണ്ട്. k measured in direction of propagation of wave. k യുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് propagation direction ആണ്. Wave number k can be split into two components, x and y components, kx and ky axis ഉണ്ട്. ഇങ്ങനെയുള്ളൊരു ടു ഡയമെൻഷൻ കേസിൽ നമുക്ക് ബ്രിലോവിൻ സോൺ എങ്ങനെ വരക്കാം. To sketch first Brillouin zone along kx axis values plus or minus pi by a represents limits of the zone. Discontinuity വരുന്ന പോയിന്റ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്ലസ് പൈ ബൈ എ മൈനസ് പൈ ബൈ എ ആണ്. സിമിലർലി അലോങ് കെ വൈ ആക്സിസിലും ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് പ്ലസ് പൈ ബൈ എ മൈനസ് പൈ ബൈ എ. ഇത് രണ്ടും ഈ രണ്ട് പോയിന്റ്സും കെ എക്സ് ഈക്വൽ ടു പ്ലസ് പൈ ബൈ എ മൈനസ് പൈ ബൈ എ കെ വൈ ഈക്വൽ ടു പ്ലസ് പൈ ബൈ എ മൈനസ് പൈ ബൈ എ ഓൾസോ റിപ്രസെന്റ്സ് ഫസ്റ്റ് Brillouin zone. Limits of the zone. In general, condition of discontinuity. Discontinuity യുടെ കണ്ടീഷൻ എന്താണ്? k equal to n pi by a. ഇത് ടു ഡയമെൻഷൻ കേസ് ആകുമ്പോൾ ഈ k എന്ന് പറയുന്നത് kxഉം kyയും ചേർന്നതാണ്. അതേപോലെ kxന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻറ്റിജർ ഉണ്ടാവും, അതിനെ നമുക്ക് nx അല്ലെങ്കിൽ n1 എന്ന് വിളിക്കാം. kyക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ടാവും, അതിനെ നമുക്ക് ny അല്ലെങ്കിൽ n2 എന്ന് വിളിക്കാം. ഇവിടെ n1 n2 എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടീഷൻ ഫോർ ടു ഡയമെൻഷൻ കേസ്, നമ്മൾ ഈ ടു ഡയമെൻഷണൽ കേസിൽ ഫസ്റ്റ് Brillouin സോൺ വരക്കാൻ പോവുകയാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? kx പ്ലസ് ky പൈ ബൈ എ ഇൻറ്റു എൻ ആണ്. ദെൻ kx എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് ഓഫ് k ആൻഡ് ഇൻറ്റു ദാറ്റ് ഇൻറ്റിജർ വാല്യൂ n1 പ്ലസ് ky into integer value n2 equal to pi by a n1 square plus n2 square. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ടു ഡയമെൻഷൻ കേസിലെ Brillouin സോണിന്റെ കണ്ടീഷനാണിത്. Here n1 n2 corresponds to single integer n. n1 square plus n2 square എന്ന് പറയുന്നത് സെയിം ഇൻറ്റിജർ ആണ്. n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അപ്പോൾ k വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റിജർ ആണ് n. It has two components, kx ky ക്ക് കറസ്പോണ്ടിങ് n1 n2 ഇൻറ്റിജേഴ്സും ഉണ്ട്. നെക്സ്റ്റ് ഫസ്റ്റ് Brillouin സോൺ വരക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് Brillouin സോൺ എന്ന് പറഞ്ഞാൽ n1 and n2 equal to plus or minus 1 lowest values. n1 നും n2 നും പോസിബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത് n1 n2 equal to plus or minus 1 or 0. ഒന്നെങ്കിൽ n1 equal to plus or minus 1 n2 equal to 0 അല്ലെങ്കിൽ n2 equal to plus or minus 1 n1 equal to 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് k equal to n pi by a, pi by a എന്ന് കിട്ടും. k equal to pi by a എന്ന കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ n1 equal to plus or minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n2 equal to 0. That means kx is plus or minus pi by a. അതൊരു ലൈനാണ് ശരിക്കും. kx plus or minus pi by a എന്ന് പറയുന്നത് ഈ ഡാഷ്ഡ് ലൈൻ എ എന്ന ഡാഷ്ഡ് ലൈനും സി എന്ന ഡാഷ്ഡ് ലൈനുമാണ് kx equal to plus or minus pi by a എന്ന് പറയുന്നത്. And then another case is n1 equal to 0 and n2 equal to plus or minus 1. That means ky equal to plus or minus pi by a. അതും ഒരു ലൈനാണ്. ky equal to plus or minus pi by a എന്ന് പറയുന്നത് ഈ ബി എന്ന ലൈൻ
ഡി എന്ന ലൈനും കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഡാഷ് ലൈനിൽ വരച്ചു. ഇതാണ് ബൗണ്ടറി ഓഫ് ഫസ്റ്റ് Brillouin zone. At these points A, B, C and D there occurs discontinuity. ഇതാണ് ആദ്യത്തെ Brillouin zone 2-dimensional കേസിൽ. നെക്സ്റ്റ് സെക്കൻഡ് Brillouin zone കൂടി വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി n വാല്യൂ, n-ന് അടുത്ത ഹയർ വാല്യൂ, നേരത്തെ n = 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടെ n = 2. That is n1 = ±1 and n2 = ±1. നേരത്തെ n = 1 എന്ന് കൺസിഡർ ചെയ്തു. അവിടെ n1 = ±1 and n2 = 0 or n2 = ±1 and n1 = 0 കൺസിഡർ ചെയ്തു. ഇനി ഇവിടുത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് n = 2 കിട്ടണം. n = 2 കിട്ടണം എന്നുണ്ടെങ്കിൽ n1ഉം n2ഉം ±1 കൊടുത്താൽ നമുക്ക് അടുത്ത വാല്യൂ n = 2 കിട്ടും. ദെൻ ബൗണ്ടറി ഇക്വേഷൻ ആണ് n1ഉം n2ഉം +1 ആയാൽ we get kx + ky = 2π/a. അപ്പോൾ അത് വരക്കണം. This will be a line kx + ky = 2π/a. അതേപോലെ n1 = -1, n2 = +1. That corresponds to another line -kx + ky = 2π/a. ഈ 4 കണ്ടീഷൻസും നമുക്ക് ഇങ്ങനെ എഴുതാം. That corresponds to 4 lines. 4 ലൈൻസ് ആണ് ഈ ഇക്വേഷൻസ് കാണിക്കുന്നത്. ഇത് വരയ്ക്കുക. വരച്ചാൽ നമുക്ക് E, F, G, H എന്ന ബൗണ്ടറീസ് ആണ് കിട്ടുന്നത്. kx + ky = 2π/a. ഓരോ പോയിന്റ്സ് എടുക്കാം. kx + ky = 2π/a എന്നുള്ള പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. then lines joining those lines that points. then second Brillouin zone is obtained by drawing these lines. E, F, G, H എന്ന് പറഞ്ഞ ലൈൻസ് വരയ്ക്കാം. എ ബി സി ഡിയുടെ പുറത്തുള്ള ഇ എഫ് ജി എച്ചിൻ്റെ അകത്തുള്ള ലൈൻസ് ആണ് അല്ലെങ്കിൽ പോയിന്റ്സ് ആണ്, റീജിയൻ ആണ് സെക്കൻഡ് Brillouin സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് Brillouin സോണും സെക്കൻഡ് Brillouin സോണും 2-dimensional കേസിൽ വരക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ഇക്വേഷൻ n1 + ky n2 = π/a n1² + n2², അത് 2-dimensional കേസിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. അതുപോലെ Brillouin സോൺ 3-dimensional കേസിൽ വരക്കണം എന്നുണ്ടെങ്കിൽ if the lattice is a cube, lattice എന്ന് പറയുന്ന മെറ്റൽ എന്ന് പറയുന്ന ഒരു സോളിഡ് ആണ്, ക്യൂബിക്കൽ പോലത്തെ ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ to draw Brillouin zone in 3 dimension, this condition has to be satisfied. That is, there will be kx values, ky and kz values. വെക്ടർ k എന്ന് പറയുന്നത് 3 കമ്പോണൻസ് ഉണ്ടാവും, kx, ky and kz. അപ്പോൾ ഈ 3 കമ്പോണൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റിജർ വാല്യൂസ് n1 π/a, n2 π/a, 3 ഇൻറ്റിജർ വാല്യൂസ് ഇട്ട് n1, n2, n3. For this condition, that is kx n1 + ky n2 + kz n3 = π/a into n1² + n2² + n3². ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻസ്. ഫസ്റ്റ് Brillouin സോണിൻ്റെ കേസിൽ ദിസ് n1² + n2² + n3² എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതേപോലെ സെക്കൻഡ് Brillouin സോൺ വരയ്ക്കുമ്പോൾ ഈ സമം എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ Brillouin സോൺ വരയ്ക്കുന്നത്. ഫസ്റ്റ് സോൺ ഇസ് ക്യൂബ് ഇന്റർസെക്റ്റിംഗ് kx, ky, kz = π/a. ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ 2-dimensional കേസിൽ ഫസ്റ്റ് Brillouin സോൺ എന്ന് പറയുന്നത് സ്ക്വയർ ആയിരുന്നു. 3-dimensional കേസിൽ അത് ക്യൂബ് ആകും. kx = π/a എന്നുള്ള ലൈൻ വരയ്ക്കാം. അതേപോലെ നമുക്ക് ഒരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും.